അവളെ കൊന്നു. നഷ്ടമാർക്ക്? അവൻ ജയിലിലായി. നഷ്ടമാർക്ക്? ഇന്ന് 2025 ഡിസംബർ 11 വ്യാഴാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2586 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് കേരളത്തിൽ വടക്കേ പകുതിയിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ആര് ജയിച്ചാലും ആര് തോറ്റാലും എനിക്കൊന്നുമില്ല. സുവിശേഷ വിരോധിയായ BJPക്കാർ അധികാരത്തിൽ വരരുത് എന്ന് പലരും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും BJP ജയിക്കുന്നത് വോട്ട് ചോരിയിലൂടെയാണ് എന്ന് ഞങ്ങളെ അറിയിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും സുവിശേഷ വിരോധികളുണ്ട്. ബൈബിളിലെ ന്യായപ്രമാണം കൊണ്ടുനടക്കുന്ന ഇസ്രായേലിലെ ബഹുഭൂരിഭാഗം യഹൂദന്മാരും സുവിശേഷ വിരോധികളാണ്. കോൺഗ്രസ് ഭരണത്തിൽ ഇരിക്കുമ്പോൾ ബാബറി മസ്ജിദ് RSS കർസേവ നടത്തി പൊളിച്ചെങ്കിൽ BJP ഭരിക്കുമ്പോൾ ബജരംഗദൾ പ്രവർത്തകർ സുവിശേഷകന്മാരെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുന്നതിലും അവരുടെ സഭകൾ തല്ലി തകർക്കുന്നതിലും വലിയ അത്ഭുതം ഒന്നുമില്ല. വടക്കേ ഇന്ത്യയിലും വടക്ക് കിഴക്കേ ഇന്ത്യയിലും ക്രിസ്തു മതത്തിൽപ്പെട്ട സ്ത്രീകളെ സമ്പൂർണ്ണ നഗ്നരാക്കിയെന്ന് മാത്രമല്ല, അവരെ പൊതുവഴിയിലൂടെ അവഹേളിച്ച് പീഡിപ്പിച്ച് നടത്തിക്കൊണ്ട് പോയിട്ടും അവരുടെ വീഡിയോ ഉപദ്രവിച്ചവർ തന്നെ പുറത്തു വിട്ടിട്ടും ഒന്നും മിണ്ടാത്ത ആ BJP ഇന്ന് കേരളത്തിലെ അതിജീവിതകളോട് കാണിക്കുന്ന അമിത പ്രേമം കണ്ട് ആരെങ്കിലും വോട്ട് കൊടുത്തിട്ടായാലും കള്ളവോട്ട് ഉണ്ടാക്കിയിട്ടായാലും ജയിച്ച് ഭരിച്ച് എന്ന് വന്നാലും എനിക്ക് വേദന ഉണ്ടാകില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷവും സ്ത്രീ ശാക്തീകരണത്തിൽ നിൽക്കുമ്പോൾ അല്ലേ നമ്മുടെ നാട്ടിൽ കൂട്ടബലാത്സംഗവും നിഷ്ഠൂര കൊലപാതകവും നടക്കുന്നത്? അങ്ങ് ദൂരെ പഠിക്കാൻ വിടുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റൽ 10 മണിക്ക് അടയ്ക്കും എന്ന് കോളേജ് അധികൃതർ തീരുമാനിച്ചാൽ പറ്റില്ല. അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരല്ലേ? അത് മനുഷ്യാവകാശ ലംഘനമാണത്രേ. കേരളത്തിലും ലിവിങ് ടുഗദർ അനുവദിച്ചു. ഓരോരോ മാസവും എത്ര സ്ത്രീ പുരുഷന്മാരാണ് ഈ കാരണത്താൽ കൊല്ലപ്പെടുന്നത്? എത്ര പിഞ്ചുമക്കളാണ് അനാഥരാകുന്നത്? അമിത വിലയുള്ള MDMA മുതൽ എല്ലാ ലഹരി വസ്തുക്കളും സുലഭമായി കിട്ടുന്ന കേരളത്തിൽ മദ്യവും ആവശ്യത്തിന് ഒഴുക്കി കൊടുക്കുമ്പോൾ 14 പീഡിപ്പിക്കപ്പെടും, 19 കൊല്ലപ്പെടും. ലഹരിക്ക് അടിമകളായവരാൽ പോലീസുകാരും ഫയർഫോഴ്സുകാരും എക്സൈസ് അധികാരികളും വരെ കൊല്ലപ്പെടും. ഇത് പുത്തിരിയല്ല. ലഹരി മൂത്ത ഒരുവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാൽ അവന് എന്താണ് നമ്മൾ കൊടുക്കുന്ന ശിക്ഷ? പ്രേമം തലയ്ക്കടിച്ചവളും അവനും ഒളിച്ചോടും വരെ ഒരു നിയന്ത്രണവുമില്ല. ഒളിച്ചോടിയാൽ അവളെയും അവനെയും തേടിയുള്ള നമ്മുടെ യാത്രകൾ മാത്രം, അതിന് മാത്രം എത്ര ലക്ഷങ്ങളാണ് നമ്മൾ മുടക്കുന്നത്? കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ പെൺകുട്ടിയല്ലേ കാമുകൻ്റെ കയ്യിൽ നിന്നും കല്ലുകൊണ്ട് ഉപദ്രവമേറ്റ് മലയാറ്റൂരിൽ കൊല്ലപ്പെട്ടത്? ആ വീട്ടിലെ മാതാപിതാക്കൾക്ക് ഇനി ആരുണ്ട്? അവളെ കൊന്ന വർക്ക്ഷോപ്പ് പണിക്കാരനായ മകൻ കൊലപാതകനായി ജയിലിലുമായി. ആ വീട്ടുകാർക്ക് ഇനി ആരുണ്ട്? ലഹരി മൂത്ത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന കൊല്ലുന്ന തലമുറ അഴിക്കുള്ളിൽ കിടക്കുന്നതുകൊണ്ട് ആർക്കാണ് നേട്ടം? അല്പം മുമ്പ് കിട്ടിയ വാർത്ത, ഗുരുവായൂരിലെ ഒരു സെക്സ് റാക്കറ്റ് പോലീസ് വലയിലായി. പിടിച്ചവർക്ക് ബഹുമതി, പിടിക്കപ്പെട്ടവർ ജയിലിലേക്ക് അല്ലേ പോകുന്നത്? ആർക്കാണ് അതുകൊണ്ട് ലാഭം? കുറ്റവാളികളെ തീറ്റിപ്പോറ്റാൻ പരിമിതികളുള്ള കേരളം ഇവരെ ജാമ്യത്തിൽ വിടുമ്പോൾ ചെയ്തതിനേക്കാൾ ഭയാനകമായ കുറ്റമല്ലേ അവർ ചെയ്യുന്നത്? പാവം നിരോധിക്കാത്ത പാപികൾ ഭരിക്കുന്ന മതങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഉള്ളതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെട്ട് പോലീസിൽ അഭയം പ്രാപിക്കുന്ന സ്ത്രീകളെ പോലീസുകാർ പീഡിപ്പിച്ചു എന്ന വാർത്തകൾ വരുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ പിടിക്കാൻ മദ്യപിച്ച് ലക്ക് കേട്ടവർ വഴിയിൽ നിൽക്കുന്ന ഈ ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? അഴിമതിയുടെ കാര്യം പറഞ്ഞാൽ ആരാണ് ഇന്ന് നല്ലവർ ഉള്ളത്? ആധാർ കാർഡും അനുബന്ധ തിരിച്ചറിയൽ കാർഡും ഉണ്ടായിട്ടും എങ്ങനെ ഇന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാകുന്നു? പൊന്നാനിയിൽ പിടിച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാതാക്കളെയല്ലേ? അവർ ഉണ്ടാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ലക്ഷക്കണക്കിനല്ലേ? അപ്പോൾ കേരളത്തിന് പുറത്തും അകത്തും ഇന്ത്യക്ക് പുറത്തും വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ടെന്ന് വന്നാൽ അതിൻ്റെ പിന്നിൽ പിൻവാതിൽ നിയമനങ്ങളില്ലേ? PSC ആരെങ്കിലും നോക്കൂതികൾ ആക്കുന്നുണ്ട് എങ്കിൽ അത് ഉദ്യോഗാർത്ഥികളല്ല, തൊഴിൽ ദാതാക്കളല്ലേ? ഗവൺമെൻറ് സ്ഥാപനങ്ങളല്ലേ അവരെ നിയന്ത്രിക്കുന്നത്? രാഷ്ട്രീയക്കാരല്ലേ അവരുടെ പിന്നിൽ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സുവിശേഷ ലോകത്തിന് അനിവാര്യമാണ്, സുവിശേഷ വിശ്വാസികൾ ലോകത്തിന് അത്യാവശ്യവുമാണ്. ഇനി നമുക്ക് ബൈബിളിലേക്ക് പോകാം. എബ്രായ ലേഖനം 12:4. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ
പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പാപത്തോടാണ് നാം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കേണ്ടത്. അല്ലാതെ പാപമുള്ള എന്ത് വികസനം കൊണ്ടുവന്നാലും അത് മുഴുവനും അഴിമതിയാകും. ഇനി നിങ്ങൾ കണ്ണു തുറന്നു നോക്കുക. കേരളത്തിലെ മാത്രം 30-ൽ താഴെ പ്രായമുള്ള എത്ര സ്ത്രീ പുരുഷന്മാരാണ് ഇന്ന് ജയിലിൽ കഴിയുന്നത്? അവരുടെ വരുമാനം നിലച്ച മാതാപിതാക്കൾ ഇന്ന് ധർമ്മം തെണ്ടുകയല്ലേ? എന്നിട്ടും ഈ പെൺകുട്ടികൾ ജോലിയും കൂലിയുമില്ലാതെ ഫ്രാഡുകളുടെ പിന്നാലെ രാപകൽ നടക്കുകയല്ലേ? ഇതിനെ ചിലർ ഇതിനോടകം ലഹരിക്കടത്തുകാരായില്ലേ? യോഹന്നാൻ എഴുതിയ ലേഖനം 1 ലേഖനം 2:1. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട് എന്നാണ് ബൈബിളിൽ എഴുതി വച്ചിട്ടുള്ളത്. ഈ ബൈബിളാണ് ഇന്ന് കഞ്ചാവ് നട്ടുണ്ടാക്കുന്നവർ ഞങ്ങളിൽ നിന്ന് വാങ്ങി കത്തിച്ച് കളയുന്നത്. വാക്യം 2 കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മളിതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ എന്ന് പറയുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ലേ നിങ്ങൾ നിരോധിക്കുന്നത്? വാക്യം 3 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. തുടർന്ന് വാക്യങ്ങൾ 4ഉം 5ഉം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം എന്നല്ലേ അവിടെ കാണുന്നത്. ഇനി നിങ്ങൾ പറ, നമ്മൾ ആരെയാണ് വെറുക്കേണ്ടത്? പാപത്തെയല്ലേ എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുക്കുന്നത്. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9605581081. എല്ലാവർക്കും ഒരു ശുഭം നിലനിൽക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.